നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്നും അതിൻ്റെ തുടർച്ചയാണ്. അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് പഴഞ്ചൊല്ലുകളാണ്. ഒത്തൊരുമ എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട 1-2 പഴഞ്ചൊല്ലുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരുന്നു അല്ലേ? ഒരുമ തന്നെ പെരുമ, ഒത്തുപിടിച്ചാൽ മലയും പോരും, ഐക്യമത്യം മഹാബലം എന്നൊക്കെ നമുക്ക് ഈ ഒരു പഴഞ്ചൊല്ലുമായിട്ട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇതിനെല്ലാം ഒരുമിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. കാരണം എന്താ? ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്തതാണ് ഇത്. അതുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഒളിച്ചുകളി എന്ന് പറഞ്ഞ് കുമാരനാശാന്റെ പുഷ്പവാടിയിൽ നിന്നെടുത്ത തോട്ടത്തിലെ എട്ടുകാലി എന്ന ഒരു കടം കവിത നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ? ആ ഒരു ഭാഗത്തിൽ കുറച്ച് അർത്ഥങ്ങൾ എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവയാണിത്. ഒന്നാമത്തത് തളിർത്തു. തളിർത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു പൂവ്, ഒരു ചെടി നമ്മൾ നട്ടു. അതിൽ ആദ്യത്തെ ഒരു ഇല വന്നു, ഒരു നാമ്പ് വിടർന്നു. അതിന് നമ്മൾ എന്ത് പറയും? ഒരു ഇല തളിർത്തു, ഒരു പുതിയ ഇല വന്നു എന്നൊക്കെയാവും നമ്മൾ പറയുക അല്ലേ? അതിന് നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, മലയാള ഭാഷയിൽ നമ്മൾ വ്യാകരണമൊക്കെ യൂസ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? തളിർത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ നാമ്പ് വിടരുക, പുതിയ ഒരു നാമ്പ്, പുതിയ ഒരു തളിരില, അല്ലെങ്കിൽ പുതിയ ഒരു ബഡ്, ഒരു മുകുളം വിടരുക എന്ന് നമ്മൾ അതിനെ പറയും. 2 ശാഖ, കൊമ്പ്, ചില്ല. ഒരു മരത്തിൽ ഒട്ടനവധി കൊമ്പുകൾ ഉണ്ടാവും അല്ലേ? ശാഖ എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കൊമ്പെന്നൊക്കെ ആവും പറയുക അല്ലേ? ചില്ല, കൊമ്പ് എന്നൊക്കെ ആവും നമ്മൾ പറയുക. ഒരു മരത്തിൽ ഒട്ടനവധി കൊമ്പുകളുണ്ട്. ഇതിന് നമുക്ക് എന്തും പറയാം, ശാഖ എന്നും പറയാം. 3 ബിംബം. ബിംബം എന്താണ്? ഛായ, പ്രതിബിംബം. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നോക്കിയാൽ നമ്മൾ എന്താണ് അവിടെ കാണുന്നത്? നമ്മുടെ പ്രതിബിംബമാണ് കാണുന്നത് ഇല്ലേ? നമ്മുടെ ഛായ തന്നെയാണ് അവിടെ കാണുന്നത്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മുതിർന്ന ആളുകൾ കാണാൻ വന്നിട്ട് പറയാറുണ്ട് ഇല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളാ, അയ്യോ അവൻ അവൻ്റെ അച്ഛനെ പോലെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ്റെ അതേ ഛായയാണ് കുഞ്ഞിന് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ തന്നെ പ്രതിബിംബം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഛായ എന്ന് പറയുന്നത്. 4 ഉലഞ്ഞ്. ആടുക, ഉലഞ്ഞ്. ഇങ്ങനെ നമ്മൾ കാറ്റ് വീശുമ്പോൾ നമ്മൾ ഉലയുന്നില്ലേ? ഇങ്ങനെ ആടുന്നില്ലേ? മരങ്ങളൊക്കെ, കൊമ്പുകൾ, ഇലകളൊക്കെ ഇങ്ങനെ ആടുന്നില്ലേ? അതിൽ ഏറ്റവും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ് ആൽമരം. ആ ഇലകൾ നല്ല ഭംഗിയായിട്ട് ചെറിയൊരു കാറ്റ് വീശാൽ മതി, എന്താ ഇങ്ങനെ ആടും. ഇലകൾ തമ്മിൽ പരസ്പരം എന്താണ്, ഇങ്ങനെ ഒട്ടിപ്പിടിക്കും പോവും അങ്ങനെയുള്ള ഒരു രീതിയിൽ നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക് ആലിലകളുടെ കാര്യത്തിൽ. വേറെ ഇലകളും ഒക്കെ ആടും. തെങ്ങൊക്കെ നല്ല കാറ്റൊക്കെ വീശാണെങ്കിലേ ഉള്ളൂ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങളൊക്കെ അല്ലേ ഒന്ന് കുലുങ്ങുന്നത്. ഉലയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആടുക. അടുത്തത് 5 രശ്മി. രശ്മി എന്ന് വെച്ചാൽ എന്താ? കിരണം. പ്രകാശരശ്മി എന്ന് വെച്ചാൽ എന്താ? സൂര്യരശ്മി എന്ന് വെച്ചാൽ എന്താ? സൂര്യന്റെ കിരണം. നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് ഉണങ്ങുന്നത് നല്ല വെയിലുണ്ടെങ്കിലല്ലേ തുണികൾ ഉണങ്ങൂ. എന്താ കാര്യം? സൂര്യകിരണങ്ങൾ, സൂര്യരശ്മികൾ ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുമ്പോഴാണ് നമ്മുടെ തുണികളിലെ വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നത്? ബാഷ്പീകരിച്ച് പോയി അതെന്ത് ചെയ്യുന്നത്? ഉണങ്ങുന്നത്. അപ്പം രശ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? കിരണം. സൂര്യരശ്മി എന്ന് പറഞ്ഞാലോ സൂര്യകിരണം. പ്രകാശരശ്മി എന്ന് പറഞ്ഞാൽ പ്രകാശകിരണം. അടുത്ത എന്താണ്? തരുക്കൾ. തരുക്കൾ എന്താണ്? വൃക്ഷം. തരു, വൃക്ഷം. അടുത്തത് അർക്കൻ. അർക്കൻ എന്താണ്? സൂര്യൻ. അർക്കന് നമുക്ക് എന്താ? സൂര്യന് നമുക്ക് എന്ത് പറയാം? അർക്കൻ എന്ന് പറയാം. അതുപോലെ തിങ്കൾ. തിങ്കൾ ആരാ? ചന്ദ്രൻ. പിന്നെ ഇവർക്കൊക്കെ എന്തുണ്ട്? ഓരോരോ വേറെ വേറെ പേരുകളുണ്ട്. നമുക്ക് തന്നെ ഉണ്ട് അല്ലേ പല പല പേരുകൾ. ചില കുട്ടികൾക്ക് വീട്ടിലൊരു പേര്, നാട്ടിലൊരു പേര്, സ്കൂളിലൊരു പേര്, ഇങ്ങനെയൊക്കെ ആവില്ലേ? അതുപോലെ നമ്മുടെ ചുറ്റിനുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ഇതുപോലെ സമാന പദങ്ങളുണ്ട്. അടുത്ത വിചിത്ര രൂപൻ. വിചിത്ര രൂപൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഉദ്ദേശിച്ചത് എട്ടുകാലിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇല്ലേ? ആ കടം കവിതയിൽ എട്ടുകാലിയാണ് നമ്മൾ വിചിത്ര രൂപനായിട്ട് ഉദ്ദേശിച്ചത്. നാനാവർണ്ണത്തിലുള്ള വിചിത്ര രൂപൻ. ചിലന്തിവലയിൽ നിങ്ങൾ ചില കളേഴ്സ്, നിറങ്ങൾ കാണാറില്ലേ? നാനാവർണ്ണത്തിലുള്ളവൻ വിചിത്ര രൂപൻ. അടുത്തത് മാനത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇത്. എങ്കിലും ഞാൻ ഒരു പടം കാണിച്ച് നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഒരു പടത്തിൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ചന്ദ്രക്കല നോക്കിയേ, ഒരു തോണിയുടെ ആകൃതിയിൽ തന്നെ ഇരിക്കുകയാണല്ലേ? ആണല്ലേ?
തോണിയുടെ ആകൃതിയിൽ തന്നെ ഇരിക്കുകയാണ്. ചുമ്മാതാണോ കുട്ടിക്ക് അങ്ങനെ തോന്നിയത്? അതൊരു തോണിയാണെന്ന്, തോണിയിൽ ആളില്ല, തുഴയില്ല എന്നൊക്കെ കുട്ടി പറഞ്ഞു ഇല്ലേ? ശരിയാണ്, നമുക്കും തോന്നിപ്പോവും ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ. അപ്പോ അതുകൊണ്ടാണ് കുട്ടി എന്ത് ചെയ്തത്, അങ്ങനെ വർണ്ണിച്ചത്. തോണിയിൽ ആളില്ല, നീലക്കായലിൽ ഒരു തോണിയുണ്ട്, പക്ഷെ തോണിയിൽ ആളില്ല, തുഴയുമില്ല. പിന്നെ അത് ആരാ സിന്ദൂരപ്പൂവേ എന്ന് ചോദിച്ചു അല്ലേ? ആരായിരുന്നു അത്? നമ്മുടെ ചന്ദ്രൻ. അടുത്തത് നമ്മുടെ കടം കവിതകൾ തന്നെയാണ്. ആ ഒരു മാനത്തെ കാഴ്ചകൾ, ഒളിച്ചുകളി, ആ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കടം കവിതകൾ പരിചയപ്പെടുത്തി തരാനാണ് ഇത് രണ്ടും ഞാൻ എടുത്തുകൊണ്ട് വന്നത്. നോക്കേ, ഇതിന്റെ ഉത്തരം ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. 12 ആളുകൾ കാവൽ നിൽക്കും ചന്തമിയെന്നൊരു കൊട്ടാരം, വലിയമ്മാവനും ചെറിയമ്മാവനും റോന്തു ചുറ്റും കൊട്ടാരം, കൊട്ടാരത്തിൽ നിന്നും ഇടയ്ക്കിടെ മണിയടിക കേൾക്കാം കട്ടായം, ഏതേതാണ് ഈ കൊട്ടാരം, ആരാരോതും കേൾക്കട്ടെ. 12 ആളുകൾ കാവൽ നിൽക്കും. ക്ലോക്കിൽ 12 മണി വരെയാണല്ലേ ഉള്ളത്. 1 2 3 4 1 2 3 4 5 6 7 8 9 10 11 12 വരെയാണുള്ളത് അല്ലേ? നിങ്ങളൊന്ന് വീട്ടിലെ ക്ലോക്കിലൊക്കെ നോക്കിയേ, 12 ഉണ്ടോ? എല്ലാവരും ഒന്ന് നോക്കി ഉറപ്പിച്ചേ. 12 ആളുകൾ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അവിടെ ആരുണ്ട്? ഒരു വലിയമ്മാവനുണ്ട്, ഒരു ചെറിയമ്മാവനുണ്ട്. അതിലൊരു വലിയ സൂചിയുണ്ട്, ഒരു ചെറിയ സൂചിയുണ്ട് അല്ലേ? അതിങ്ങനെ റോന്തു ചുറ്റുമാണ്. ഒറ്റടുത്ത് വെറുതെ നിൽക്കുവാണോ അവര്? അല്ല, അവരിങ്ങനെ മൊത്തത്തിൽ കൊട്ടാരം മൊത്തത്തിലൊന്ന് വീക്ഷിക്കുകയാണ്. വേറെ ആരെങ്കിലും അനധികൃതമായി അവിടെ കയറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരിങ്ങനെ ചുറ്റാണ് അവിടെ. പിന്നെന്താണ്, ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് എന്ത് കേൾക്കാം? മണിയടി കേൾക്കാം. ഇപ്പൊ ഒന്നും എല്ലാ ക്ലോക്കിലും മണിയടി കേൾക്കില്ല അല്ലേ? പണ്ടൊക്കെയുള്ള ക്ലോക്കിൽ എന്തുണ്ട്, ഓരോ മണിക്കൂർ ഇടവിട്ട് അതിൽ എന്തുണ്ട്, 1 മണി 2 മണി 3 മണി 4 മണി അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് അതിൻ്റെ അത് എന്ത് കേൾക്കും? മണിയടി കേൾക്കാൻ സാധിക്കും. അപ്പൊ ഏതാണ് ഈ കൊട്ടാരം? ക്ലോക്ക്. അടുത്ത നോക്കേ, ചൂടാത്തൊരു കുട, ചോരാത്തൊരു കുട, കമ്പില്ലാ കുട, കാലുള്ളൊരു കുട, ആനപ്പുറം അതിലേറില്ല കുട, ആളുകൾ കണ്ടു കൊതിക്കുന്നു കുട, തൂവെള്ളക്കുട തൂമയിഴും കുട, തൂത്തൂ തുരയങ്ങു നിരക്കുന്നു കുട, വാനിൽ കാറ് പരക്കും നേരം താനേ മുട്ടി മുളയ്ക്കുന്നു കുട, ഇടിവെട്ടുമ്പോൾ നിവരുന്നു കുട, ഇലപൊഴിയുമ്പോൾ കൂമ്പുന്നു കുട. എന്താ അതേതാ കുട? നോക്കേ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ വീടിന്റെ പരിസരത്തൊക്കെ ഉള്ളതാണോ ഇത്? കൂണ്. ഇതെന്താണ്? ആർക്കെങ്കിലും ഈ കുട എടുത്ത് ഇങ്ങനെ ചൂടാൻ പറ്റുമോ? എങ്കിൽ പിന്നെ മഴ നനഞ്ഞ് നമ്മൾ കുതിരും അല്ലേ? ആർക്കും ചൂടാൻ പറ്റുന്ന കുടയല്ല. ചോരാത്തൊരു കുട. പക്ഷെ ഇതെന്താ, ചോരുവോ? നമുക്ക് ചൂടാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അത് ചോരുവോ? ഇല്ല. കമ്പുണ്ടോ? ഇല്ല. കമ്പിയുണ്ടോ? ഇല്ല. കാലുണ്ടോ? ഇല്ല. ആനപ്പുറത്ത് മുത്തുക്കുട പോലെ ഇതിനെ ഏറ്റാൻ പറ്റുമോ? അതും ഇല്ല. ആളുകൾ പക്ഷെ കണ്ടു കൊതിക്കും. കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൂണുകളുണ്ട്. അപ്പൊ ആളുകൾ കണ്ട് എന്ത് ചെയ്യും? കൊതിക്കും. തൂവെള്ളക്കുട തൂമയിഴും കുട. തൂവെള്ള നിറത്തിലുണ്ട്. ഇതിപ്പോ ഞാൻ തൂവെള്ള നിറം അല്ല ഇവിടെ കൊണ്ടുവന്നത്. ഇത് കുറച്ച് ബ്രൗൺ കളറുള്ള ഒരു കൂണാണ്. തൂവെള്ള നിറത്തിലുള്ള കൂണുണ്ട്. തൂമയിഴും കുട, നല്ല ഭംഗി. തൂമ എന്താണ്? തൂമ എന്താണ്? തൂമ എന്ന് വെച്ചാൽ എന്താണ്? തൂമ, ഭംഗി. തൂമ എന്താണ്? ഭംഗി. പിന്നെന്താണ്? തൂത്തൂ തുരയങ്ങ് നിരക്കുന്നു കൂടെ. ഇതെന്താ 1 2 ആയിട്ടല്ല നിൽക്കുന്നത്, ഒരു കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെന്താണ്? വാനിൽ കാറ് പരക്കും നേരം താനേ പൊട്ടി മുളയ്ക്കുന്നു കൂടെ. എപ്പോഴാ ഇത് പൊട്ടി മുളയ്ക്കുന്നത്? മഴയാവുമ്പം, കാറ് പരക്കുമ്പോൾ, മഴയാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പൊട്ടി മുളയ്ക്കുന്നത്. പിന്നെന്താണ്? ഇടിവെട്ടുമ്പോൾ നിവരുന്നു കുട. പൊട്ടി മുളയ്ക്കും ആദ്യം. ഇടിവെട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇവരെല്ലാം നിവർന്ന് കുട പോലെ ആവും. ഇല പൊഴിയുമ്പോൾ കൂമ്പുന്നു കുട. പിന്നെന്താണ്? ലാസ്റ്റ് എന്ത് ചെയ്യും? ഇല പൊഴിയുന്ന പോലെ എല്ലാവരും കൂമ്പി വാടി വീഴും. അപ്പൊ ആരാണ് അവര്? കൂൺ. ആരാണ്? കൂൺ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കാനനോത്സവം എന്ന പാഠഭാഗത്തില് കുറച്ചധികം കലാപരിപാടികൾ നമ്മൾ പറഞ്ഞു ഇല്ലേ? മിമിക്രി, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതിലൊരു ചോദ്യമുണ്ട്. എന്താണ്? കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് നിർദ്ദേശിച്ചാലോ പുതിയ ഇനം? നോക്കിയേ, ആനയ്ക്ക് എന്താ? അമറൽ മത്സരത്തിൽ ആന പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. എങ്കിലും ആനയ്ക്ക് ചിന്നംവിളി മത്സരത്തിൽ പങ്കെടുക്കാം. ഓന്തിന് ഫാൻസി ഡ്രസ്സ്. ഓന്തിന് ഫാൻസി ഡ്രസ്സിന്റെ ആവശ്യമേ വരത്തില്ല. എന്താ കാര്യം? നിറം മാറാൻ വിരുദ്ധനാണ് ഓന്ത്. നിറം മാറി കാണിച്ചാൽ മതി അല്ലേ? ഓന്തിന് ഫാൻസി ഡ്രസ്സ് മത്സരത്തിൽ പങ്കെടുക്കാം. കാക്കയ്ക്ക് കുറുകൽ മത്സരത്തിൽ പങ്കെടുക്കാം. കുയിലിന് പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാം. പ്രാവിനും എന്ത് ചെയ്യാം? കുറുകൽ മത്സരത്തിൽ പങ്കെടുക്കാം. മയില് പിന്നെ എന്താണ്? നൃത്ത മത്സരത്തിൽ പങ്കെടുക്കാം. അതെല്ലാവർക്കും അറിയാമായിരിക്കും. തത്തയ്ക്ക് പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാം.
പിന്നീട് എന്താണ് പറയുന്നത്? ഇതിൽ പറയുന്നുണ്ട്, കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? നമുക്കറിയാം, നമ്മൾ പല കളികൾ കളിക്കുമ്പോൾ എന്തുണ്ടാവും? നിബന്ധനകൾ ഉണ്ടാവും അല്ലേ? നമ്മൾ കുളം കര എന്ന് പറഞ്ഞ വളരെ ലളിതമായ ഒരു കളിയാണ് കുളം കര. അതിൽ നമ്മളൊരു റൗണ്ട് വരയ്ക്കും, അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? കുട്ടികൾ നിൽക്കും. കുളം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് നിൽക്കും, കര എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ചാടും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കളിയാണ് അല്ലേ? അപ്പോ കുളം എന്ന് പറയുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്താണ്? ഔട്ട് അല്ലേ? കര എന്ന് പറയുമ്പോൾ അകത്ത് നിൽക്കുന്ന, ആ റൗണ്ടിനകത്ത് നിൽക്കുന്ന ആൾക്കാർ എന്താ? ഔട്ട്. ഇങ്ങനെ കുറെ നിയമങ്ങളുണ്ട്, എല്ലാ കളികളിലും ഉണ്ടല്ലേ നിയമങ്ങൾ. അതുപോലെ കാട്ടിൽ ഇപ്പം നടത്തിയ മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു മത്സരത്തിന് ഒരു നിയമാവലി തയ്യാറാക്കാമോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതിന് നിയമാവലി അങ്ങ് തയ്യാറാക്കി കളയാം. മൂളിപ്പാട്ട് മത്സരം നിയമാവലി നിങ്ങൾ നോക്കിക്കേ. 5 മിനിറ്റ് ആണ് മത്സര സമയം. 5 മിനിറ്റ് മൂളിപ്പാട്ട് പാടിയാൽ മതി. ഒരു ഗ്രൂപ്പിൽ 7 പേർക്ക് പങ്കെടുക്കാം. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടായിരിക്കണം? 7 പേരുണ്ടായിരിക്കണം. വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കരുത്. അത് പറ്റില്ലല്ലേ? മൂളിപ്പാട്ടല്ലേ പാടുന്നത്. അപ്പൊ പിന്നെ നമ്മൾ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂളി പാടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. പറന്നു നടക്കുന്ന ജീവികൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. പറന്നു നടക്കുന്ന ജീവികൾ എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും? പക്ഷികൾ ഉൾപ്പെടും, ചെറുപ്രാണികളൊക്കെ ഉൾപ്പെടും അല്ലേ? പറന്നു നടക്കുന്ന ജീവികൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മൂളിപ്പാട്ട് മത്സരത്തിന്റെ നിയമാവലി. 5 മിനിറ്റ് ആണ് മത്സര സമയം. ഒരു ഗ്രൂപ്പിൽ 7 പേർക്ക് പങ്കെടുക്കാം. വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പറന്നു നടക്കുന്ന ജീവികൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കണ്ടോ നിങ്ങള്? നമ്മള് തുള്ളല് അല്ലേ? പടയുടെ കെടുതി എന്ന് പറഞ്ഞ പാഠം നമ്മൾ പഠിച്ചു, ഓർമ്മയില്ലേ? പട അഥവാ യുദ്ധം ഉണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും. ആ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ? ആർക്കൊക്കെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന്. എന്തൊക്കെയായിരുന്നു നഷ്ടപ്പെട്ടത്? ആർക്കൊക്കെ എന്തൊക്കെയായിരുന്നു നഷ്ടപ്പെട്ടത്? ഇട്ടിപ്പെണ്ണിന് കട്ടില് പോയി, നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി, കണ്ടച്ചാരുടെ മുണ്ടും പോയി, ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി, കേളച്ചാരുടെ വാളും പോയി, കാളന്നായുടെ ചങ്ങല പോയി, ചിരി കണ്ടച്ചാർ പടയിൽ ചാടി, ചുരികകളഞ്ഞേ ചോടിപ്പോയി, കോന്തിച്ചേട്ടനു കുന്തം പോയി, കോന്തിക്കവനുടെ കൊടുവാൾ പോയി, ചേമ്പുകിളച്ച് നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പാ പോയി. അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടില്ലേ? എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായത്? ഒന്നും കൂടെ പറഞ്ഞേ നിങ്ങൾ, എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായതെന്ന്. കട്ടില് പോയി ഇട്ടിപ്പെണ്ണിന്, പെട്ടി പോയി, മുണ്ട് പോയി. എന്തൊക്കെയാ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? കട്ടില് പോയി, പെട്ടി പോയി, മുണ്ട് പോയി, വാള് പോയി, പിന്നെന്താ? ചെണ്ട പോയി. കുറേ സാധനങ്ങൾ നഷ്ടമായി അല്ലേ? ചുരിക പോയി, ചങ്ങല പോയി, കാളന്നായുടെ ചങ്ങല പോയി, കുന്തം പോയി, പിന്നെന്താ? കൊടുവാള് പോയി, തൂമ്പ പോയി. അങ്ങനെ എന്താണ്? ഒരുപാട് നഷ്ടങ്ങൾ എന്ത് ചെയ്തു? ഉണ്ടായില്ലേ? ഇതൊക്കെയാണ് പടയുടെ ഭാഗമായിട്ട് ആളുകൾക്ക് നഷ്ടമായത്. പിന്നീട് എന്താ പറയുന്നത്? പിന്നീട് ഒരു ചോദ്യം കൂടി അതിലുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ഇത് പഴയ കാലത്തെ കഥ. ഇക്കാലത്താണ് യുദ്ധം ഉണ്ടാകുന്നതെങ്കിലോ പണ്ട് കാലത്ത് വളരെ നിസ്സാരം തൂമ്പയും ചങ്ങലയും കൊടുവാളും ഒക്കെയാണ് പോയതല്ലേ? ആർക്കും മാനഹാനി ഉണ്ടായില്ലല്ലോ, ആരുടെയും ജീവൻ ആപത്ത് വന്നില്ലല്ലോ. അപ്പോഴെന്താ? ഇന്നായിരുന്നെങ്കിൽ ആളുകളുടെ ജീവൻ തന്നെയാണ് പോകുന്നത് ഇല്ലേ? നമുക്കറിയാം, നമ്മുടെ രാജ്യം കാത്തു സംരക്ഷിക്കാനായി അല്ലേ എന്താണ് സേവനം അനുഷ്ഠിക്കുന്ന പട്ടാളക്കാര്. നിങ്ങൾക്ക് പലർക്കും പട്ടാളക്കാരാവാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും പറയുകയാണ് അല്ലേ? അവരുടെ ജീവൻ കയ്യിൽ പിടിച്ചിട്ടുകൊണ്ടാണ് അവർ നമ്മുടെ രാജ്യം കാത്ത് സംരക്ഷിക്കുന്നത്. ഇന്നത്തെ യുദ്ധമാണെങ്കിലോ ജീവൻ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. വളരെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാറുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ തുള്ളലിന്റെ 2 രൂപങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. തുള്ളൽ എന്ന് പറയാനേ നമുക്ക് അപ്പോൾ സാധിക്കൂ എന്ന് പറഞ്ഞു. തുള്ളൽ പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ തുള്ളൽ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? കുഞ്ചൻ നമ്പ്യാർ ഞാൻ പറഞ്ഞു അല്ലേ? തുള്ളൽ ആരുടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം കുഞ്ചൻ നമ്പ്യാർ. കണ്ണുമടച്ചും ഏത് ഉറക്കത്തിൽ കിടന്നിട്ടോ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം നിസ്സംശയം പറയാം. ആരുടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാര് തുള്ളലിനെ 3 ആയിട്ടാണ് തരംതിരിച്ചത്. ശീതങ്കൻ തുള്ളൽ,
നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അവരുടെ വേഷവിധാനങ്ങളിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ശീതങ്കൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ. ഇതിൽ എത്ര പേര് ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പോലും ഇതിൽ ഈ ഓട്ടൻ തുള്ളൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശീതങ്കൻ തുള്ളലും പറയൻ തുള്ളലും കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ കാണാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കഴിഞ്ഞ യൂണിറ്റ് 1 കനകച്ചിലങ്ക എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പാഠങ്ങളും പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും എല്ലാം വ്യക്തമായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.